നാളെ പടച്ചവന്റെ പരലോകത്ത് തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്ന്, അഹങ്കാരമുള്ളവർ. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് മുഖമുള്ളവർ. മൂന്നേതാ? പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ തലകുനിച്ച് നിൽക്കണ മൂന്നാമത്തെ വിഭാഗമാരാ. പള്ളിക്കമ്മറ്റിക്കാര്, പള്ളിയിലെ ഖത്തീബ്, ഇവിടുത്തെ വോളണ്ടിയർമാര് ഒക്കെ കേൾക്കണം ഞാൻ പറയണത്. ഈ വോളണ്ടിയർ കമ്മറ്റിക്കാരൊന്നും പ്രശ്നമില്ലപ്പ. ഈ ചില വോളണ്ടിയർമാരുണ്ട്, ബാഡ്ജൊക്കെ ഇടും, എന്നിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും മൂലയ്ക്ക് മാറി കിടന്ന് ഉറങ്ങും. എടേ ലാസ്റ്റ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി വരും. പരിപാടിയൊക്കെ വിജയിച്ചപ്പ എല്ലാം കഴിയുമ്പോൾ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ചില ചങ്ങാതിമാര് വരും. പാടില്ല. എന്തേ? കേട്ടോ കേട്ടോ, നമ്മളൊക്കെ ദർസി പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. ചില കുട്ടികൾ ഉസ്താദന്മാർക്കൊക്കെ അറിയാൻ പറ്റും. ഉസ്താദ് പറയണ സ്റ്റേജ് കെട്ട എല്ലാ മുത്തലിമികളുണ്ടാവും. അതിന്റെ ഇടയിൽ ഒന്നോ രണ്ടെണ്ണം എന്ത് അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നുറങ്ങും. എന്നിട്ട് ഉസ്താദിന്റെ മുമ്പിൽ വന്നിട്ട് പുണ്യാളം കളിക്കണം തോന്നായിരിക്കും. ഉസ്താദെ ഞാനാ ഉസ്താദെ കിട്ടിയത്, ഉസ്താദെ ഞാനാ ഉസ്താദെ ഫ്ലക്സ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കാൻ ചില ചങ്ങാതിമാരുണ്ട്. മദ്രസയിൽ ഉസ്താദ് പറഞ്ഞിടാ പോയിട്ട് മദ്രസ മുഴുവനും ക്ലീൻ ചെയ്യാൻ പറയും. ചില ചങ്ങാതിമാരെ ക്ലീൻ ചെയ്യൂല, മാറി നിൽക്കും. കുറെ പാവപ്പെട്ടവരെന്താ മദ്രസ ക്ലീൻ ചെയ്യും. അവസാനം മദ്രസ ഒക്കെ ക്ലീൻ ചെയ്തവർക്ക് ഉസ്താദ് ഇങ്ങനെ ദ്വാരം കൊടുക്കാൻ മുമ്പിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ചില ചങ്ങാതിമാരുണ്ടാകും. എന്തേ കേട്ടോ, അങ്ങനെ വരാൻ പാടില്ല. എന്തേ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗമാരോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ, ചെമ്പിന്റെ തറയില് അല്ലാഹുവേ നിന്യനാകുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. ഒരിക്കലും പോലും ജീവിതത്തിൽ കളവ് പറയാത്ത മദീനയുടെ നായകര് ഹബീബേ മുഹമ്മദ് മുസ്തഫ, ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെന്നറിയോ? ഉത്തരവാദിത്വത്തിൽ എന്നെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച വരുത്തുന്നവരാരാ? ഉത്തരവാദിത്വത്തിൽ എന്നെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച വരുത്തുന്നവരാരോ? പള്ളിയിലെ പ്രസിഡന്റാ, പള്ളിയിലെ സെക്രട്ടറിയാ, പള്ളിയിലെ ഖത്തീബാ, നാട്ടിലെ ചാരിറ്റി പ്രവർത്തകനാ, വീട്ടിലെ ഭർത്താവോ, വീട്ടിലെ കുടുംബനാഥനാ, അവരെന്നെ പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ടവരെ ലംഘിച്ചു കഴിഞ്ഞാൽ അവനാണ് മുഖമെന്റെ പ്രിയപ്പെട്ടവരെ തലകുനിക്കുന്ന മൂന്നാമത്തെ വിഭാഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉത്തരവാദിത്വത്തിൽ നിന്ന് ലംഘിക്കണവരാരാ? അവരാണ് റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കണ മൂന്നാമത്തെ വിഭാഗമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ ചങ്ങാതി, അതാ പറഞ്ഞ ബാഡ്ജിടും പള്ളിയിൽ പോയി കിടന്നുറങ്ങും, പാടില്ല. എന്തേ? ഉത്തരവാദിത്വം ലംഘിച്ചവരാ. പള്ളിക്കകത്ത് കിടന്നുറങ്ങണവരുണ്ടെങ്കിൽ പോര്, അല്ലാഹു ഈവ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതാ പറയണം, നമ്മൾ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയണം. പള്ളിയിലെ പ്രസിഡന്റ് ആണെങ്കിലും ഉസ്താദാണെങ്കിലും വഅദ് പറയുന്ന ഞാൻ ഒരു ഡേറ്റ് കൊടുത്തു, സമയത്തെത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? സമയത്തെത്തണം. ഇല്ലെങ്കിൽ ഞാൻ റബ്ബിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ തലകുനിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈബുക്കോ. എല്ലാരും പൊട്ടിമുളച്ചതാ. ഭർത്താക്കന്മാർ 1 2 3 പൊക്കിക്കോ. പേടിയാ. 4 5 6 7 ഉസ്താദ്മാരൊക്കെ ബാച്ചിലർമാരാ. കിട്ടിയതാ? എല്ലാരും കിട്ടിയല്ലേ? ഞാൻ മാത്രമല്ല ബാച്ചിലർ. ബാക്കിയെല്ലാം കിട്ടിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി കേട്ടോളോ വേണ്ട. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയണത്, ഇവിടെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. 3 കൂട്ടം ഭർത്താക്കന്മാർ നരകത്തിലാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ രണ്ടാമത്തെ ഭർത്താവ് ആരെന്നറിയോ? ഭാര്യയും നിന്റെ സ്വന്തം മക്കള് തെറ്റ് ചെയ്തിട്ട് അതിന് കൂട്ടി നിൽക്കണ ചങ്ങാതിയതാ, അവൻ നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വന്നിട്ട് പള്ളിയിലെ കമ്മിറ്റിക്കാരെ നമ്മൾ കുറ്റം പറയും അല്ലേ? നമ്മൾ പള്ളിയിലെ കമ്മിറ്റിന്റെ പൊതുയോഗത്തിൽ പടച്ചോരെ നരകത്തിലിട്ട് വർക്കണത് പോലെ നമ്മൾ ആ ചങ്ങാതിരിട്ട് വർക്കും, പ്രസിഡന്റിനെയും സെക്രട്ടറിനെയൊക്കെ. പള്ളിയിലെ ഖത്തീബ് ഒരു വക്കത്തിന് 1 മിനിറ്റ് താമസിക്കും
താമസിച്ച നമ്മൾ ആ ചങ്ങാതിനെ പറയാത്തൊന്നുണ്ടാവില്ല. ഞാൻ പറയണത് സ്വന്തം വീട്ടിൽ നിങ്ങൾ ഉത്തരവാദിത്വം പാലിക്കണവരായിരിക്കണം. സ്വന്തം വീട്ടിൽ 3 കൂട്ടം ഭർത്താക്കന്മാരെ നരകത്തിൽ. അതിൽ രണ്ടാമത്തെ ആരാ? ഭാര്യ സീരിയൽ കാണുക, ഭാര്യയോട് പറയാ മോളെ നീ കണ്ടോ. സ്വന്തം മോള് സിനിമ കാണുക, ആ സമയത്ത് മോളോട് പറയാ നീ സിനിമ കണ്ടോ എന്ന് പറയണ വാപ്പയാണെങ്കിൽ നീ നരകത്തിലാണ്. നീ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി. ഉത്തരവാദിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധമാകപ്പെട്ട ഈ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തരണുണ്ട്. കള്ള് കുടിക്കല്ലടാ, നമ്മൾ കുടിക്കും. എടാ കഞ്ചാവ് അടിക്കല്ലടാ ഉസ്താദ്, ഞങ്ങൾ കഞ്ചാവ് അടിക്കൂല. MDMA ഉസ്താദ് ഇപ്പൊ ഉപയോഗിക്കണേ. കഞ്ചാവ് ഒന്നും ഞങ്ങളില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എടാ മോശത്തരങ്ങൾ ചെയ്യല്ലടാ. ഉസ്താദെ ഞങ്ങൾ റമദാൻ മാസം നന്നായിക്കോളാം, 1 മാസം നന്നാകും, അത് കഴിഞ്ഞാൽ പിന്നെ നന്നാകൂല എന്ന നമ്മുടെ ചിന്ത. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എടാ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പലിശ മേടിക്കല്ല, ഞങ്ങൾ മേടിക്കും. എടാ നോമ്പ് പിടിക്കണേ, നമ്മൾ പിടിക്കൂലപ്പ. നാളെ ഇനി നോമ്പ, ആരൊക്കെ പിടിക്കും ആരൊക്കെ പിടിക്കാതിരിക്കും എന്നൊക്കെ അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉത്തരവാദിത്തം. ഒരു ദിവസം ഉമർ തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുക. ഉമർ തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. ഖലീഫയാ. ഉമർ തങ്ങൾ പള്ളിയിൽ ഇരിക്കണ സമയത്ത് ഒരു ചെറിയൊരു റാന്തൽ കത്തിച്ചിട്ട ഉമർ തങ്ങൾ ഇരിക്കണേ, വിളക്ക് കത്തിച്ചിട്ട ഉമർ തങ്ങൾ ഇരിക്കണേ. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആര് കടന്നു വന്നു? ഉമർ തങ്ങളുടെ ഒരു ബന്ധു കടന്നു വന്നു, ഒരു കുടുംബക്കാരൻ കടന്നു വന്നു. ഉമർ തങ്ങളുടെ ചാരത്ത് വന്ന് സംസാരിക്കാൻ ഇരുന്നപ്പോൾ ഉമർ തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ഈ റാന്തല്, ഈ വിളക്കങ്ങ് കെട്ടുകളഞ്ഞു, ഈ ഊതിക്കളഞ്ഞു, കെടുത്തിക്കളഞ്ഞു. ഉടൻ തന്നെ കുടുംബക്കാരൻ ചോദിച്ചു, എന്തിനാ ഉമറെ നീ ഈ വിളക്ക് നീ കെടുത്തിക്കളഞ്ഞു? എന്നെ നീ അപമാനിക്കുകയാണോ? ഉമർ തങ്ങൾ പറഞ്ഞത് ഇത് പള്ളി, ബൈത്തുൽ മാൽ, ഇത് പള്ളിയുടെ സ്വത്താ, ഇത് പള്ളിയുടെ സ്വത്താ. കുടുംബക്കാരൻ സംസാരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാം. പള്ളിയിരുന്ന് സംസാരിക്കുമ്പോൾ പള്ളിയുടെ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല. ഞാൻ പറയണത്, നമ്മൾ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫാൻ പോലും ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ഫാൻ ഇടണം വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയും. ചില പള്ളിയിലുണ്ട് എന്താ ചെയ്യണേ, അവല് നിസ്കാരത്തിന് മാത്രമേ ഫാൻ ഇടാൻ പറ്റും. ഒന്നാമത്തെ നിസ്കാരത്തിൽ മാത്രം, അവല് വക്കത്തിൽ മാത്രമേ ഫാൻ ഇടാൻ പറ്റും. അത് പാടില്ല. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ നിസ്കരിക്കാൻ വരണത്, ഞാൻ പറഞ്ഞു നിസ്കരിക്കാൻ വരുമ്പോൾ അവർക്ക് മനസ്സിനിടങ്ങേറില്ലാത്ത രീതിയിൽ നിസ്കരിക്കാനുള്ള ഒരു കെൽപ്പുണ്ടാക്കി കൊടുക്കേണ്ടത് ആരാ? പള്ളിയുടെ പരിപാലകരാ. അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ പറയണത് പള്ളിയിൽ എല്ലാവർക്കും നിസ്കരിക്കുമ്പോൾ ഫാനൊക്കെ ഇട്ട് കൊടുക്കണം, അതൊക്കെ നല്ലതാ. പക്ഷേ ചില ചങ്ങാതിമാരുണ്ട് പള്ളി എന്തോ ഒരു ലോഡ്ജ് പോലെ കരുതണം. ചില ചങ്ങാതിമാരുണ്ട്, അത് പാടില്ല, അത് പാടില്ല. ചില ചങ്ങാതിമാര് പള്ളിയിൽ വന്ന് ഇങ്ങനെ കിടക്കുക, ഫാനിടുക, വേറെ ഒന്നും പണിയൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഉത്തരവാദിത്തം നിലനിർത്തിയിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ പടച്ചവനെ കബൂലാക്കണേ. അല്ലാഹ് പടച്ചവനെ, ഭാര്യയോടുള്ള പ്രിയപ്പെട്ട കൂടപ്പറപ്പികളുള്ള മക്കളോടുള്ള കടമകള് റഹ്മാനെ നിലനിർത്താനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാഹ്, തരണേ അല്ലാഹ്. മനോഹരമാകുന്ന സദസ്സിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുന്നവരോട് പറയുകയാണ്, അല്ലാഹു തന്ന അമാനത്തോ, അല്ലാഹു തന്ന ഉത്തരവാദിത്തമാ നമസ്കാരമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്തെന്ന് പറയണേ? നമസ്കാരം എന്ന് പറയണേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ, ഈ പൊളലി എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള നിങ്ങൾ വല്ലാത്ത ഭാഗ്യവാന്മാരാ. ഈ പൊളലി എന്ന് പറയുന്ന പ്രദേശത്ത് ഇരിക്കുന്ന നിങ്ങൾ അൽഹംദുലില്ലാ ഭാഗ്യവാന്മാരാ. എന്റെ ചങ്ങാതിമാരെ, നിങ്ങൾക്ക് അൽഹംദുലില്ലാ നിസ്കരിക്കാൻ വേണ്ടി 800 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളി അല്ലാഹ്, 800 കൊല്ലം പഴക്കമുള്ള പള്ളി അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയട്ടെ, പൊളലിൽ എന്ത് സങ്കടവും വിഷമങ്ങളും ദാരിദ്ര്യവും കടങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പള്ളിയിൽ വരണം. പള്ളിയിൽ വന്നിട്ട് വുദൂ ചെയ്യണം. ഇഅ്തികാഫിന്റെ നെയ്യത്ത് വെച്ചിട്ട് ആ പള്ളിക്കകത്തിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞാൻ പറയണത്, ഇഅ്തികാഫ് ഇരിക്കാൻ മംഗലാപുരത്ത് ഇതുപോലെ വേറൊരു പള്ളിയിലപ്പോൾ ഉണ്ടാവില്ലപ്പ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മൾ ഉത്തരവാദിത്തം, നമുക്ക് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയണേ? നിസ്കാരം എന്ന് പറയണേ. പക്ഷേ ആദരവാകുന്ന പ്രവാചകൻ പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ,
നമസ്കരിക്കുന്നവർക്ക് നരകമാ, നമസ്കരിക്കുന്നവർക്ക് നരകമാ. സഹാബത്തിന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനാണ് നബിയേ നമസ്കരിക്കുന്നവർക്ക് എങ്ങനാണ് നരകം നബിയേ? ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് പറയുകയോ, നമസ്കരിക്കുമ്പോ അശ്രദ്ധരായി നമസ്കരിക്കുന്നവരാരാ? നഊദു ബില്ലാഹ്. അവൻ മരിക്കുമ്പോ ഈമാനില്ലാതെ മരിച്ചുകൊണ്ട് വൈരം എന്ന് പറയുന്ന നരകത്തിലേക്ക് കടക്കുമെന്ന് പറയുമ്പോ, അല്ലാഹുവേ നമസ്കാരമെന്ന ഉത്തരവാദിത്തം പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ യഥാസമയം ചെയ്യാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ, തരണേ അല്ലാ. 5 വഖത്ത് നമസ്കാരം യഥാസമയം കൃത്യസമയത്ത് നിസ്കരിക്കാൻ പറ്റണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പക്ഷെ നിസ്കരിക്കുമ്പോ ശ്രദ്ധയോടെ നിസ്കരിക്കാൻ കഴിയണം. നിസ്കരിക്കുമ്പോ ശ്രദ്ധയോടെ നിസ്കരിക്കാൻ കഴിയണം. ഇന്ന് നമ്മുടെ പള്ളിയിൽ ശ്രദ്ധയോടെ നിസ്കരിക്കണവരുണ്ടപ്പാ. നിസ്കരിക്കുമ്പോ ശ്രദ്ധയോടെ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കണ ചങ്ങാതിമാരുണ്ടോ? കുറവാ. എന്തേ? ഞാൻ എല്ലാ പള്ളിയിലും പറയാറുള്ള കാര്യം, ഒന്നാമത്തെ സഫിൽ ഒരിക്കലും ക്ലോക്ക് വെക്കരുത്. ഒന്നാമത്തെ സഫില് ഒരിക്കലും ക്ലോക്ക് വെക്കരുത്. കാരണം എന്തപ്പാ? കാരണം എന്തേ? ചില ചങ്ങാതിമാരുണ്ട് പള്ളിയിൽ വന്നിട്ട് ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ചങ്ങാതിമാരും. ഉസ്താദ് ഫാത്തിഹ 2 മിനിറ്റ് എടുത്ത് 3 മിനിറ്റ് എടുത്ത് ഇങ്ങനെ ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ചങ്ങാതിമാര്. ചില ആളുകളുണ്ട് പള്ളിയിൽ വന്നിട്ട് ഈ പല്ലിനെ നോക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഉസ്താദിന്റെ മിഹ്റാബിൽ 2 പല്ലി, 3 പല്ലി, ഉസ്താദിന്റെ മുണ്ടിന്റെ അടിയിൽ കൊടുത്ത് 1 പല്ലി പോയി എന്ന് പറഞ്ഞിങ്ങനെ പല്ലിനെ എണ്ണി നിസ്കരിക്കണ ചില ചങ്ങാതിമാര്. ചില ചങ്ങാതിമാരുണ്ട് നിസ്കരിക്കുമ്പോ പടച്ചോനെ പുറത്തൂടിയിട്ടിരിക്കണ അഡിഡാസിന്റെ ഷൂ അല്ലാഹു ആരെങ്കിലും അടിച്ചോണ്ട് പോകുന്നുള്ളൊരു പേടിയാ ചില ചങ്ങാതിമാർക്ക്. അല്ലാഹു ഈമാൻ നൽകട്ടെ. ചില താത്തമാരുണ്ട് എങ്ങനെന്നറിയോ? ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ താത്താക്ക് ഓർമ്മ പറയണ, പടച്ചോനെ എന്റെ ഹമുക്ക് പൊന്നുമോൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരും, അവൻ വന്നിട്ട് അതെല്ലാം അടിച്ചു മാറ്റി തിന്നുമെന്ന് ചിന്ത വരുന്നത് താത്താക്ക് നമസ്കാരത്തിലാ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ വെറുതെ പറയണ ഉള്ളതല്ലേ, അതാ പറയണം. നിസ്കരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ അശ്രദ്ധയായിട്ട് നിസ്കരിച്ചാൽ അവര് മരിക്കുമ്പോ ഈമാനില്ലാതെ മരിച്ചിട്ട് പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ നിന്യരായി നിൽക്കേണ്ടി വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരാ നിസ്കരിക്കുമ്പോ ശ്രദ്ധയില്ലാതെ നിസ്കരിക്കണേ. അല്ലാഹു ഇനിയിപ്പോ തറാവീഹ് കടന്നു വരാൻ പോകുകയാ. ഒരു കോഴി കുത്തുന്നത് പോലെ ചില ചങ്ങാതിമാര് നിസ്കരിക്കണേ. സുജൂദ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ റക്അത്ത് എപ്പോഴാ എത്തിയെന്ന് പോലും നമുക്ക് അറിയൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മോനെ ഒരു ദിവസം ഒരു വഖത്തിന് 10 മിനിറ്റ് മാന്യമായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് അൽഹംദുലില്ലാഹ് മനോഹരമാകണം രീതിയിൽ നിസ്കരിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയൂലപ്പ. നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇന്നിപ്പോ കുറെ ആൾക്കാരുണ്ട് എന്താ ഇരുന്ന് നിസ്കരിക്കാൻ കുറെ ചങ്ങാതിമാരുണ്ട്. അതിൽ ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. തുറന്നു പറയാ, ഇരുന്ന് നിസ്കരിക്കണ ചില ചങ്ങാതിമാരുണ്ട്. ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഉസ്താദെ മുട്ട് വളയണില്ല ഉസ്താദെ, ഇരുന്ന് നിസ്കരിച്ചോ. ചില ചങ്ങാതിമാരുണ്ട് കാലിൽ ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ ഉസ്താദെ ഉസ്താദെ കസേരയിട്ട് നിസ്കരിക്കും, ഉസ്താദെ നിസ്കരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആ ചങ്ങാതിയുടെ മുമ്പിൽ 20,000 കെട്ടെടുത്തോ കുടിഞ്ഞെടുക്കൂലേ? ഈ മുട്ടു വളയൂല എന്ന് പറയുന്ന ചങ്ങാതിയുടെ മുമ്പിൽ 20,000 കെട്ടിട്ട് കൊടുത്തവൻ എടുക്കൂലേ? എടുക്കും. ചില താത്താമാരുണ്ട് പടച്ചോനെ ഉടായ്പ് താത്തമാര്, ഒറിജിനൽ അല്ല ഉടായ്പ്. എങ്ങനെ പറയണേ? ഉസ്താദെ മുട്ടില് ചെറിയൊരു കുരു വന്നു ഉസ്താദെ, ഒരു ചൂട് കുരു വന്നത് ഉസ്താദെ, മുട്ട് മടക്കാൻ വയ്യ. താത്താടെ മുമ്പിൽ 2 പവന്റെ സ്വർണ്ണം മുതലിട്ട താത്ത കുനിഞ്ഞെടുക്കൂലേ? താത്ത എടുക്കൂലേ? അതാ പറയണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് നിസ്കാരം എന്ന് പറയും ഉത്തരവാദിത്വം ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇപ്പൊ ഈ ഒരു 5 നമ്മുടെ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് വേൾഡ് കപ്പ് ആരും വേൾഡ് കപ്പ് കേട്ടിട്ടില്ല? വേൾഡ് കപ്പിൽ ആരാ ജയിച്ച? പൊളലിക്കാര, കേരളക്കാര, ഇന്ത്യക്കാര, ആരപ്പ ജയിച്ച? അർജന്റീനക്കാർ ജയിച്ചു. എന്റെ പ്രിയപ്പെട്ടവർ, ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ കൊയിലാണ്ട് ഭാഗത്ത് അത് പറയാൻ പോയി. പടച്ചോനെ പള്ളിയിൽ അസർ നിസ്കരിക്കാൻ 3 ചങ്ങാതിമാരിങ്ങനെ നിൽക്കുക. ആരപ്പ? ഷെയ്ഖുന എംബാപ്പെ, ഷെയ്ഖുന റൊണാൾഡോ, ഷെയ്ഖുന മെസ്സി. 3 പേര് ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ടീഷർട്ട് ഇട്ട് ഇങ്ങനെ നിൽക്കുക. ആരപ്പ? ഓരോ കുട്ടികളും പള്ളിയിൽ നിസ്കരിക്കാൻ വന്നതാ. പുറയിൽ മെസ്സി, പുറയിൽ റൊണാൾഡോ, പുറയിൽ സച്ചിനും മറ്റേന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് ഇങ്ങനെ ചില ചങ്ങാതിമാര് പള്ളിയിൽ വരിക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. എടാ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധയോടെ നിസ്കരിക്കാൻ ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. ഒരു മനോഹരമാകുന്ന ചരിത്രം, വേദനിപ്പിക്കുന്ന ചരിത്രം. ഒരു പച്ച മനുഷ്യന്റെ കാല് മുറിച്ചു കളഞ്ഞു, വേദന എടുത്തില്ലപ്പ. ഒരു പച്ച മനുഷ്യന്റെ കാലില് പഴുത്തു ചോര വന്നു മുറിച്ചു കളഞ്ഞു, കാല് വേദന എടുത്തില്ല. എന്തേ? പഠിച്ചോ? മഹാനാകുന്ന ഉറൂബ് തങ്ങൾ എന്ന് പറയുന്ന മനോഹരമാകുന്ന ചരിത്രമാണ്. അല്ലാഹുവേ
ആരെന്നറിയോ? പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ടവരെ ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹുവേ ഔവൽ വഖത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കുന്ന മഹാനാ നിന്നുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കുന്ന മഹാനാ, ആ മഹാന്റെ കാലുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പഴുക്കുകയാണ്, ചോരയുണ്ടല്ലോ വഴുകയാ. ഉടൻ തന്നെ വൈദ്യന്മാര് കടന്നു വന്നു കണ്ട് പറയുകയാണ്, തങ്ങളെ നിങ്ങളുടെ കാലുകൾ മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്ത അപകടമാ, വല്ലാത്ത അപകടമാ. ഉടൻ തന്നെ മഹാനവറുകൾ എന്നെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ഇല്ല 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 ഇല്ല, എനിക്ക് കൈ തന്നതല്ല, കാല് തന്നതല്ല, കണ്ണ് തന്നതല്ല, മൂക്ക് തന്നതല്ല, ശരീരത്തിന്റെ അവയവങ്ങൾ തന്നത് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനവറുകൾ കരയുകയാണ്. പടച്ചവനെ, വൈദ്യന്മാരന്റെ പ്രിയപ്പെട്ടവരെ മടങ്ങിപ്പോവുകയാണ്, വൈദ്യന്മാരന്റെ പ്രിയപ്പെട്ടവരെ മടങ്ങിപ്പോവുകയാണ്. റബ്ബേ, വൈദ്യന്മാരന്റെ പ്രിയപ്പെട്ടവരെ മടങ്ങി പോകുമ്പോ മഹാനവറുകളതോ നമസ്കരിക്കുകയോ, മണിക്കൂറുകൾ കഴിയുകയോ, ആഴ്ചകൾ കഴിയുകയോ, ദിവസങ്ങൾ കഴിയുകയോ, മാസങ്ങൾ കഴിയുകയോ. അല്ലാഹുവേ, ആ മഹാനവറുകളുടെ കാലുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പഴുക്കുകയോ, ചോരയുണ്ടല്ലോ ഒലിക്കുകയോ. അല്ലാഹുവേ, വേദന കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനവറുകള് പൊളയുമ്പോ വൈദ്യന്മാരെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കാലുണ്ടല്ലോ മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ തങ്ങളെ, നിങ്ങളുടെ കാലുണ്ടല്ലോ മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ തങ്ങളെ, നിങ്ങൾക്ക് ഇനി നമസ്കരിക്കാൻ കഴിയൂല, കഴിയൂല. മഹാനവറുകളുടെ കാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയൂല തങ്ങളെ, നിങ്ങൾക്ക് എണ്ണീച്ചൊന്നിരിക്കാൻ പോലും കഴിയൂല എന്ന് വൈദ്യന്മാര് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, കാല് മുറിച്ചോ. ആ മഹാൻ പറഞ്ഞു, എന്റെ കാല് മുറിച്ചോ, കാരണം എനിക്ക് നമസ്കരിക്കണം. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ ഒരു കോപ്പ കള്ള് നിങ്ങൾക്ക് തരും, ആ കള്ള് നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ ബോധം കെടും, ആ ബോധം കെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കാല് മുറിക്കണ സമയത്ത് നിങ്ങൾക്ക് വേദന എടുക്കൂല. ആ മഹാനവറുകൾ പറഞ്ഞു, പാടില്ല, പാടില്ല, കള്ള് ഹറാമാ, കള്ള് കുടിക്കാൻ പാടില്ല, ഞങ്ങൾ കുടിക്കില്ല. ഇപ്പൊ ഇവിടെ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അറിയോ? ഈരാറ്റുപേട്ട ഒരു മലമ്പ്രദേശം. അവിടെ ഒരു വൈദ്യരുണ്ട്. അവിടെ ഈ പൈൽസ് രോഗത്തിന് ചെല്ലുന്നവർക്ക് ഒരു മരുന്ന് കൊടുക്കും. എന്തെന്നറിയോ? ഈ കോഴിയുടെ ചോരയും ഈ ബ്രാൻഡി കുപ്പിയിൽ നിന്ന് ബ്രാൻഡി എടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലാക്കി കുറച്ച് മരുന്നൊക്കെ ചേർത്തിട്ടാണ് ഈ ചെങ്ങാതി എന്ത് ചെയ്യണേ, പൈൽസിനുള്ള മരുന്ന് കൊടുക്കണേ. പല മുസ്ലിമീങ്ങളും താത്തമാരും കാക്കന്മാരും ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് അത് കുടിക്കണുണ്ട്. അല്ലാഹു ഹീമ നൽകട്ടെ. എടാ, മരുന്നിനാണെങ്കിൽ പോലും കള്ള് കുടിക്കാൻ പാടില്ല. കള്ള് നിന്റെ കുടുംബം തകർക്കും, കള്ള് നിന്റെ ജീവിതം തകർക്കും, കള്ള് നിന്റെ കുടുംബ ബന്ധത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ശിഥിലമുണ്ടാക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ. കള്ള് കുടിക്കുന്നവനെ, എടാ നീ ഉമ്മയെ വ്യഭിചരിച്ചവനാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ആ മഹാനവറുകൾ പറഞ്ഞു, കള്ള് ഞാൻ കുടിക്കില്ല. വൈദ്യന്മാര് ചോദിച്ചു, പിന്നെ എങ്ങനാ നിങ്ങളുടെ കാല് മുറിക്കുക? കള്ള് കുടിച്ചാൽ നിങ്ങളുടെ കാല് മുറിച്ചാൽ വേദന എടുക്കൂല, കള്ള് കുടിക്കാതെ നിങ്ങളുടെ കാല് മുറിച്ചാൽ നിങ്ങൾക്ക് വേദന എടുക്കും. പച്ച ഇറച്ചിയല്ലപ്പാ, ഒരു മാംസത്തിലേക്ക് ഇങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ മുറിക്കുകയല്ല, എന്ത് വേദന എടുക്കും? എന്റെ പ്രിയപ്പെട്ടവരെ മഹാനവറുകൾ പറയുന്ന ഒരു കാര്യം എന്താ? പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഞാൻ നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു കൊള്ളുക. പടച്ചവനെ, വൈദ്യന്മാര് പേടിക്കുകയാണ്, പടച്ചവനെ വൈദ്യന്മാര് വിറങ്ങലിക്കുകയാണ്. പടച്ചവനെ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാണ്. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ മഹാനവറുകളുടെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാൻ കൈകെട്ടുകയോ. സുബ്ഹാനല്ലാഹ്
വൈദ്യന്മാര് കടാരയായിട്ട് കടന്നു വരികയാണ്. പടച്ചവനെ പേടിച്ച് വറങ്കലിച്ചുകൊണ്ട് മഹാനവറുകളുടെ കാലുണ്ടല്ലോ മുറിച്ച് കളയുകയോ പടച്ചവനെ ചോര ഇങ്ങനെ ഒലിക്കുകയാണ്. പടച്ചവനെ പഴുപ്പിങ്ങനെ ഒലിക്കുകയാണ്. പടച്ചവനെ ചീഞ്ചലം ഇങ്ങനെ ഒലിക്കുകയാണ്. മഹാനവറുകൾ വേദന അറിയാതെ നമസ്കരിക്കുകയോ. പടച്ചവനെ എന്തിനാണ് ചരിത്രം പറഞ്ഞതെന്നറിയോ? അതാണ് മഹാന്മാര്, അതാണ് പണ്ഡിതന്മാര്, അതാണ് ഔലിയാക്കള്. അവരെ നമസ്കരിക്കുമ്പോ ശ്രദ്ധയോടെ നമസ്കരിക്കുന്നവരോ, ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരോ. അതുകൊണ്ട് പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാണ്, നമസ്കരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇഖ്ലാസോടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ടല്ലോ കരഗതമാക്കാൻ കഴിയുന്നതോ. അല്ലാതെ അശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ പറയുകയോ, ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാണെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനയുടെ നായകന് ഹബീബേ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ കാല് മുറിച്ചു വേദന എടുത്തില്ല. അതാ ഈമാന്റെ പവർ എന്ന് പറയണേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കണ ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയണേ, നിസ്കാരം എന്ന് പറയണേ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സുബഹി നിസ്കരിച്ചവരുണ്ടപ്പാ? ഇന്ന് സുബഹി നിസ്കരിച്ചവരുണ്ടോ? കുറവാ. ളുഹർ നിസ്കരിച്ചവരുണ്ടപ്പാ? കുറവാ. അസർ നമസ്കരിച്ചവരുണ്ടോ? കുറവാ. മഗ്രിബ് ഇശ കുറവാ. അള്ളാഹു കാത്തിരിക്കട്ടെ. 4 പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കാൻ അള്ളാഹു കഴിവ് നൽകണം. 4ാമത്തെ വ്യക്തിയാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, സഹാബ 4ാമത്തെ വിഭാഗമാരോ മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന 4ാമത്തെ വിഭാഗമാരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, കഅബയുടെ നേരെ എന്നെ പ്രിയപ്പെട്ടവരെ തുപ്പുന്നതാരാ? നഊദു ബില്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ നേരെ എന്നെ പ്രിയപ്പെട്ടവരെ തുപ്പുന്നതാരാ? അവനുണ്ടല്ലോ മോനെ, നാളെ പടച്ചവന്റെ പരലോകത്ത് റബ്ബിന്റെ മുമ്പില് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതാ. പടച്ചവനെ, കഅബ എന്ന് പറയുന്നത് ഒരുപാട് പ്രതിഫലമുള്ളതാ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുന്നത്, മക്ക കാണാൻ ദുആ ചെയ്തോ, കഅബ കാണാൻ ദുആ ചെയ്തോ, ഉംറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ ദുആ ചെയ്തോ. അതുകൊണ്ട് എന്നെ പ്രിയമുള്ളവരോട് പറയുകയാണ്, തുപ്പുമ്പോ പുറത്തേക്ക് തുപ്പുമ്പോ അദബ് കാണിക്കണേ. കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല, കഅബയുടെ നേരെ തുപ്പാൻ പാടില്ല. കിബിലയുടെ നേരെ തുപ്പുന്ന ചങ്ങാതി നാളെ പടച്ചവന്റെ പരലോകത്ത് തല കുനിച്ച് നിൽക്കേണ്ട വിഭാഗമാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ, ചില ചങ്ങാതിമാരുടെ പള്ളിയിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതി, ഇവിടെ തുപ്പരുത്. ഇല്ലപ്പ ഞാൻ അവിടെ തുപ്പു, ഇങ്ങനെ തുപ്പു. ഇവിടെ വേസ്റ്റ് ഇടരുത്. ഇല്ല, എനിക്ക് അവിടെ വേസ്റ്റ് ഇട്ടിരുന്ന് ഉറക്കം വരൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ തന്നെ വേസ്റ്റ് ഇടും. അള്ളാഹു കാത്തിരിക്കട്ടെ. കിബിലക്ക് നേരെ ചെയ്യാൻ പാടില്ല, തുപ്പാൻ പാടില്ല. സത്യം മസല പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിൽ വന്നിട്ട് തുപ്പാൻ പാടില്ലെന്നാ. അപ്പൊ നമ്മുടെ വായിൽ തുപ്പൽ വന്നാലോ? തുപ്പണം. തുപ്പിയിട്ട് അതിന് ഒരു മണ്ണ് വെച്ച് എന്ത് ചെയ്യണം? അത് മറച്ചു കളയണം. പള്ളിയില്ലേ, പള്ളിയുടെ മുറ്റല്ലേ? അള്ളാഹു ഈമാൻ നൽകട്ടെ. അള്ളാഹു കാത്തിരിക്കട്ടെ.